മക്കളെ. അപ്പോൾ നമുക്കൊന്ന് പുതിയൊരു കാര്യം ചെയ്യാം. ബ്രെയിൻ ആക്ടിവിറ്റി. എന്തിനാണ് ബ്രെയിൻ ആക്ടിവിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്? കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്, ആക്യുറസി, മെമ്മറി പവർ, സ്പീഡ്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ബ്രെയിൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതായത് നമ്മൾ രണ്ട് ബ്രെയിനും ഒരുപോലെ വർക്ക് ചെയ്യണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് ബ്രെയിൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ലെഫ്റ്റ് സൈഡ് ദ ബ്രെയിൻ എന്താ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡ് ദ ബ്രെയിൻ കൺട്രോൾ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ബോഡി ആൻഡ് റൈറ്റ് സൈഡ് ബ്രെയിനോ റൈറ്റ് സൈഡ് ദ ബ്രെയിൻ കൺട്രോൾ ദ ലെഫ്റ്റ് സൈഡ് ദ ബോഡി. അപ്പം നമുക്ക് ഈ രണ്ട് ബ്രെയിനിനെയും നമുക്ക് ഒരുപോലെ വർക്ക് ചെയ്യിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ആക്ടിവിറ്റി നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ വിരൽ ആദ്യം ഇങ്ങനെ പിടിക്കുക, രണ്ട് ഹാൻഡും ഇങ്ങനെ പിടിച്ച്, ദെൻ തമ്പ് വിരൽ ഉയർത്തുക, ദെൻ ഇൻഡെക്സ് ഫിംഗർ 1. ഓക്കെ, അടുത്തത് 2 എന്ന് പറയുമ്പോൾ തമ്പ് ഫിംഗർ ഉയർത്തുക, ഇൻഡെക്സ് ഫിംഗർ ഇങ്ങനെ. ഓക്കെ, ഇത് 2, അതായത് 1 2 1 2 1 2 1 2 ഇങ്ങനെ ചെയ്യുക, രണ്ട് ബ്രെയിനിനെയും ഒരുപോലെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഒരു കൈ കൊണ്ട് മൂക്ക് തൊടുക, മറു കൈ കൊണ്ട് റൈറ്റ് സൈഡിലെ ചെവി തൊടുക. ഓക്കെ, ഇത് 1. ദെൻ അടുത്തത് 2 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് കൊണ്ട് മൂക്ക് തൊടുക, റൈറ്റ് സൈഡ് കൊണ്ട് ചെവി തൊടുക. ഓക്കെ, അതായത് 1 2 1 2. ഓക്കെ, രണ്ടാമത്തത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിരലിത് ഇങ്ങനെയല്ലേ വെച്ചിരിക്കുന്നത്, ഇതിനിതാ ഇങ്ങനെ 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 ഈ ലെവലിൽ ചെയ്യാം. അടുത്തത് നമ്മൾ വിരലിങ്ങനെ വെച്ചിട്ട് 1 2 1 2 1 2 ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിലാക്സേഷന് വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. അപ്പം അതൊന്ന് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.